അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ കഥയിലേക്ക് കടക്കാം. ദേവൂട്ടി, വിരുന്നുകാരുണ്ടേ, 2 ചായയും കൂടെ ഉമ്മറത്തേക്ക് എടുത്തോ. അനന്തുവിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് തിളച്ചു പൊന്തുന്ന പാൽ ദേവുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ദേവു വേഗത്തിൽ അത് അടുപ്പിൽ നിന്ന് മാറ്റി. ഉമ്മറത്തേക്ക് ചായയുമായി വരുമ്പോഴാണ് നിറഞ്ഞ ചിരിയുമായി ഇരിക്കുന്ന അമ്മായിയെ അവൾ കണ്ടത്. ഓടിയെടുത്ത് വന്ന് ആ മാറിലേക്ക് വീണു പോയിരുന്നു ദേവു. ഏങ്ങലടിച്ച് കരഞ്ഞു പോയിരുന്നു അവൾ. ഉള്ളി നിറയെ പരിഭവമായിരുന്നു, സങ്കടവും. അത് അമ്മായിയോട് മാത്രമല്ല കേട്ടോ, വേറൊരാളോടും കൂടെ ഉള്ളതാണ്. പതിയെ എന്റെ നെറുകയിൽ അമ്മായി തലോടുന്നുണ്ട്. ക്ഷീണിച്ചു പോയല്ലോ എന്റെ കുഞ്ഞെന്ന് ആവലാതി പറയുന്നുണ്ട്. ഒരുവിധം കരച്ചിലൊന്ന് മയപ്പെട്ടപ്പോൾ ഞാൻ പതിയെ കണ്ണുകൾ തുടച്ച് ചായ ഗ്ലാസ് അമ്മായിക്ക് നീട്ടി. അനന്തുവേട്ടന് ചായ കൊടുക്കുമ്പോഴേക്കും വിരുന്നുകാരൻ അവനല്ല ഞാനാണെന്നും പറഞ്ഞ് പുറകിലൂടെ ആ കൈ വന്ന് ഗ്ലാസ് എടുത്തിരുന്നു. തിരിഞ്ഞൊന്നും നോക്കാതെ തന്നെ ദേവുവിനറിയാം വെളുത്ത കൈയിൽ ചെമ്പൻ നിറമുള്ള രോമങ്ങൾ നിറഞ്ഞ ആ കൈ ആരുടേതാണെന്ന്. പതിയെ തിരിഞ്ഞു നോക്കിയപ്പോ ചായ കുടിക്കുന്നതിനൊപ്പം ഇടം കണ്ണിട്ട് തന്നെ നോക്കുന്നുണ്ടവൻ. ഒരു വെപ്രാളത്തോടെ ദേവു തന്റെ നോട്ടം മാറ്റിക്കളഞ്ഞു. അമ്മായിയുടെയും മോളുടെയും പരാതി അങ്ങ് തീർത്തേക്കാമല്ലേ, 2 ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും അമ്മ. അഭി പറയുമ്പോ ദേവുവിന്റെ മുഖം വിടർന്നിരുന്നു. അനന്ത് അമ്മായിയുടെ തോളിൽ കൈയിട്ട് അകത്തേക്ക് ചിരിച്ചുകൊണ്ട് കയറി പോകുന്നത് ദേവു കണ്ടു. സ്വപ്നം കണ്ടു നിൽക്കാതെ വഴിയിൽ നിന്നൊന്ന് മാറി തരുവോ തമ്പുരാട്ടി. കയ്യിൽ 2 ബാഗുമായി നിൽക്കുകയാണ് അഭി. കയ്യിലെ കവറിലേക്ക് അവൾ മാറി മാറി നോക്കി. അമ്മയുടെ ഡ്രസ്സാണ്. തന്റെ നോട്ടം കണ്ടിട്ടാവണം അഭി അത് പറഞ്ഞത്. പതിയെ കൈ നീട്ടി ബാഗ് വാങ്ങി. അടുത്തത് വാങ്ങാൻ നേരം ആൾ കൈ പിന്നിലോട്ട് വലിച്ചു. പുരികമുയർത്തി എന്തെന്ന ഭാവത്തിൽ ആളെ ഒന്ന് നോക്കി ദേവു. ഇത് അമ്മയുടേതല്ല. പിന്നെ? ഇത് എന്റെ. അമ്മയുടെ കൂടെ ഞാനും ഉണ്ടാവും 2 ദിവസം. ചില തീരുമാനങ്ങളൊക്കെ ഞാൻ അങ്ങ് മാറ്റി. പിന്നെ പിന്നെ ചിലരുടെയൊക്കെ പിണക്കങ്ങളൊക്കെ ഒന്ന് മാറ്റണം. കാതോരം ആ വാക്കുകൾ അലയടിച്ചപ്പോ ദേവു ഒന്ന് പൊള്ളിപ്പിടഞ്ഞുപോയി. അഭി അങ്ങ് കയറിപ്പോയിട്ടും ദേവുവിന്റെ ചിന്തകൾ നിലച്ചിരുന്നില്ല. ദേവുവിന്റെ മുറച്ചെറുക്കനാണ് അഭി. കൗമാരം മുതൽ ദേവുവിനുള്ളിൽ കയറിയത് അഭിയോടുള്ള പ്രേമം. അഭിയേട്ടനും അമ്മായിയുമെല്ലാം അങ്ങ് ടൗണിലാണ് താമസം. എപ്പോഴെങ്കിലും ഒക്കെ മാത്രമേ തമ്മിൽ കാണൂ. അങ്ങനെ ഒരു ഓണത്തിന് കൂടാൻ അവര് വന്നപ്പോഴാണ് അഭിയോട് ആദ്യമായി ദേവു ഇഷ്ടം തുറന്നു പറയുന്നത്. അഭി അന്ന് അവളെ കുറെ ശകാരിച്ചു. മൊട്ടയിൽ നിന്ന് വിരിയുമ്പോഴേക്കും പ്രേമമാണോ എന്ന് ചോദിച്ച് പരിഹസിച്ചു. പിന്നീട് അങ്ങോട്ട് ദേവു അഭിയുടെ മുന്നിൽ പോവാതെയായി. അഭി ഇങ്ങോട്ടും മിണ്ടാതെയായി. പിന്നീട് എപ്പോഴൊക്കെയോ അഭി അവളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും തന്നോട് മിണ്ടാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ദേവുന് തോന്നി തുടങ്ങി. എന്നാൽ അവൾ ഒട്ടും അവനോട് മിണ്ടിയതുമില്ല. അങ്ങനെ ഇരിക്കെയാണ് അഭിയുടെ കല്യാണാലോചന ദേവുവിന് വരുന്നത്. എല്ലാവർക്കും സമ്മതമായിരുന്നു. പക്ഷെ ദേവു മാത്രം അതങ്ങ് എതിർത്തു. ആളെ അല്ലാതെ വേറെ ആരെ വേണമെങ്കിലും വിവാഹം കഴിച്ചോളാമെന്ന് ദേവു പറയുകയും ചെയ്തു. ദേവുവിന് അവനോട് ദേഷ്യമല്ല, മറിച്ച് പരിഭവമാണ്. ദേ ഇപ്പോൾ ആ പരിഭവം മാറ്റാനാണ് അഭി ഇങ്ങോട്ട് വന്നതും. അടുക്കളയിൽ അന്ന് ഒരു ഉത്സവത്തിന്റെ പ്രതീതി തോന്നി ദേവുവിന്. ദേവുവിന്റെ ആങ്ങളെയാണ് അനന്തൻ. ആളുടെ ഭാര്യയാണ് പ്രീതി. പ്രീതി ദേവുവിന്റെ ഉറ്റ കൂട്ടുകാരിയായിരുന്നു സ്കൂൾ കാലം തൊട്ടേ. അനന്തന്റെയും പ്രീതിയുടെയും പ്രേമത്തിന് ചുക്കാൻ പിടിച്ചതും ദേവു തന്നെയായിരുന്നു. സദ്യവട്ടം ഒരുക്കുകയാണ് എല്ലാവരും കൂടെ. ഓരോരുത്തരും ഓരോ ജോലിയിലാണ്. അമ്മായി ഉരുളിയിലേക്ക് ഓരോ വട്ടം തവിയിട്ട് ഇളക്കുമ്പോഴും പാൽപായസത്തിന്റെ ഗന്ധം അവിടമാകം പടരുന്നുണ്ട്. പണ്ട് അമ്മ ഉണ്ടാക്കിയിരുന്ന പാൽപായസത്തിന്റെ അതേ ഗന്ധം. അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ച് പായസം തിളക്കുന്നതും കാത്തു നിന്നിരുന്ന പഴയ 5 വയസ്സുകാരിയായി മാറുന്ന പോലെ തോന്നി ദേവുവിന്. ദേവുവിന്റെ അമ്മയും അച്ഛനും പോയിട്ടിപ്പോ 15 വർഷമായി. ഒരു ആക്സിഡന്റ് ആയിരുന്നു. തലയിൽ ഒരു തോർത്തുമുണ്ടും കെട്ടി അനന്തേട്ട ഇരുന്ന് തേങ്ങ ചിരവുന്നുണ്ട്. പ്രീതി അരികിലിരുന്ന് കുറേശ്ശെ വാരി കഴിക്കുന്നുണ്ട്. ഓരോ വട്ടം കൈ തേങ്ങക്കൊത്തിലേക്ക് പോകുമ്പോഴും അനന്തേട്ടൻ പതിയെ അവളുടെ കൈത്തണ്ടയിലേക്ക് അടിക്കുന്നുണ്ട്. മുഖം വീർപ്പിച്ചു കെട്ടി ആൾ പിന്നെയും വാരിക്കഴിക്കുന്നുണ്ട്. ദേവു രസത്തിന്റെ പാകം നോക്കുമ്പോൾ അരികിലായി കറിക്ക് ഉള്ളി വെട്ടുന്ന അഭി ഇരുന്ന് കണ്ണു തുടക്കുന്നുണ്ട്. മീശയും പിരിച്ച്
നെഞ്ചും വിരിച്ചിരുന്ന് ഉള്ളിയരിഞ്ഞ് കണ്ണു തുടക്കുന്നവനെ കണ്ടപ്പോ അറിയാതെ ദേവു ചിരിച്ചുപോയി. അത് മനസ്സിലാക്കിയ പോലെ ആൾ എന്നെ തറപ്പിച്ചു വെച്ച് നോക്കുന്നുണ്ട്. പതിയെ ദേവു മുഖം തിരിച്ച് നാക്ക് കടിച്ചു. പായസത്തിന്റെ പാകം നോക്കിയേ ദേവുവേ, മധുരം എത്ര മതിയോ? തവി എനിക്ക് നേരെ നീട്ടിക്കൊണ്ട് പ്രീതി ചോദിച്ചു. കൈ നീട്ടി കുറേശ്ശെ ഊതി തണുപ്പിച്ച പായസം എന്റെ കൈവെള്ളയിലേക്ക് പ്രീതി ഒഴിച്ച മാത്രയിൽ അഭിയേട്ടൻ കൈത്തണ്ട ചുണ്ടോടടുപ്പിച്ച് അത് രുചിച്ചു നോക്കിയിരുന്നു. ആ മീശത്തുമ്പും മധുരങ്ങളും എന്നിൽ പതിഞ്ഞപ്പോൾ ഞാൻ ഒരു പൂച്ചക്കുഞ്ഞിനെന്ന പോലെ പതുങ്ങിപ്പോയിരുന്നു. ആത്മാവോളം എത്തുന്നുണ്ട് ആ ഗന്ധം. ഇത്ര മധുരമുണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല. പതിയെ ചിരിയടക്കി മീശത്തുമ്പ് കടിച്ചു പിടിച്ച് അത് പറയുമ്പോ എന്നിലാകെ വിയർപ്പ് പൊടിഞ്ഞിരുന്നു. പതിയെ തല ഉയർത്തി നോക്കുമ്പോ പ്രീതി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നിൽപ്പുണ്ട്. വേഗം എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് തോന്നിപ്പോയി ദേവുവിന്. കൈയും കാലും വിറക്കുന്നുണ്ട് അടുത്ത് നിൽക്കുന്നവന്റെ സാന്നിധ്യം കാരണം. ഞാൻ സദ്യ വിളമ്പാനുള്ള ഇല വെട്ടിയിട്ട് വരാവേ പറഞ്ഞുകൊണ്ട് തൊടിയിലേക്ക് ഇറങ്ങി ഓടാൻ നേരം അഭിയേട്ടൻ എന്റെ കയ്യിൽ പിടിച്ചിരുന്നു. ഒറ്റക്കൊക്കത്തില്ല നിന്നെക്കൊണ്ട് ദേവുവേ, ഞാനും വരാം. അത്രയും പറഞ്ഞ് കണ്ണിറുക്കി ആളെന്റെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ഞാനെങ്ങുമില്ല. പകുതി വഴിയിൽ ബോധം വന്ന പോലെ ദേവു കൈ വിടുവിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു. ആളുടെ കൈയിന്റെ ബലം ഒന്നുകൂടെ കൂടി വന്നത് എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. തുടിയിൽ എത്തി ആ നടത്തം നിർത്തിയപ്പോഴേക്കും എന്നിൽ എന്തോ ഒരു വിറയൽ വന്നു തുടങ്ങിയിരുന്നു. ഇങ്ങനെ ഒറ്റക്ക് അടുത്ത് നിൽക്കാറുണ്ടെങ്കിലും കുറെ കാലമായി ആ കണ്ണുകളിലെ പ്രണയം ഒളിപ്പിച്ചു വെച്ചേക്കുമായിരുന്നു. പക്ഷെ ഇന്നലെ മുതൽ ആ മിഴികളിൽ ഒന്ന് നോക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രണയത്താൽ അതിങ്ങനെ കുരുത്ത് വലിക്കുന്നുണ്ട്. ആ പുരികക്കൊടികൾക്ക് താഴേക്ക് നോക്കാൻ കഴിയുന്നില്ല. ഉള്ളിൽ ഒരു മിന്നൽ കുളിരാണ്. പതിയെ മുഖം ഉയർത്തി നോക്കിയപ്പോ എന്റെ മുഖത്ത് തന്നെയാണ് അബിയുടെ ആ കണ്ണിന്റെ ചലനം. പതിയെ ഞാൻ തിരിഞ്ഞു നിന്നു. ആ മിഴികളിൽ നിന്നും എനിക്ക് ഓടി ഒളിക്കണമായിരുന്നു. ഡോ, ഇല വെട്ടുന്നില്ലേ? പോയിട്ട് അടുക്കളയിൽ ഇനിയും ജോലിയുണ്ട്. മുഖത്തേക്ക് നോക്കാതെ ഒരുവിധം ചോദിച്ചു. ഉള്ളിൽ പരിഭവമാണ്. എന്റെ ആരുമല്ല എന്ന് പറഞ്ഞില്ലേ എന്നോട്? എന്നെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഉള്ളിൽ ഒരു 100 പരിഭവങ്ങൾ ഇങ്ങനെ പെരുകി വന്നു. ഞാനും തോറ്റു തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കുണ്ട് വാശി. അഭിയേട്ടനോളം പോരെങ്കിലും. ചെറുതായി ഒന്ന് മൂളിയിട്ട് ആളിലകൾ വെട്ടുന്നുണ്ട്. ഞാൻ ആളെ നോക്കാതെ അവിടെ തന്നെ നിന്നു. തൊടിയിൽ അങ്ങിങ്ങായി വെള്ളം കെട്ടി നിൽപ്പുണ്ട്. പുതിയ പുൽത്തകിടുകൾ മുളച്ചു പൊന്തിയിട്ടുണ്ട്. ഇന്നലെ പെയ്ത മഴയുടെ അവശേഷിപ്പുകൾ ചേമ്പിലത്തണ്ടിൽ തങ്ങി നിൽപ്പുണ്ട്. കുറച്ചപ്പുറം നിൽക്കുന്ന വാഴക്കൂമ്പിലേക്ക് ദേവുവിന്റെ കണ്ണുകൾ പാഞ്ഞു. ധാവണി കയ്യിൽ ഒതുക്കി പിടിച്ച് ചെളിയിൽ തന്നാതെ ഞാൻ അങ്ങോട്ട് നടന്നു. മുഖമുയർത്തി അത് നോക്കി നിൽക്കെയാണ് പിന്നിൽ നിന്നും ആരോ എന്നെ എടുത്തുയർത്തിയത്. അഭിയേട്ടൻ, വിടെന്നെ, താഴെ ഇടയ്ക്ക് ഞാൻ ഉച്ച വെക്കും കേട്ടോ. ആ കയ്യിൽ കിടന്ന് പതിയെ കുതറി. ഒരു സഹായം ചെയ്യാന്ന് വെച്ചപ്പോ വാഴക്കൂമ്പ് നോക്കി നിൽക്കണത് കണ്ടപ്പോ എടുത്തതല്ലേ ഞാൻ. വേണമെങ്കിൽ കൂമ്പിൽ നിന്ന് 2-3 ഇതള് നുള്ളിയെടുത്തോ. കുഞ്ഞിലെ മുതലുള്ള ശീലല്ലേ വാഴക്കൂമ്പ് തേൻ നിറച്ച് നിൽക്കുന്നത് കണ്ട ഇങ്ങനെ സ്വബോധമില്ലാതെ നിൽക്കൽ. കുസൃതി ചിരിയോടെ അത് പറയുമ്പോ അഭിയേട്ടൻ ചിരി കടിച്ചമർത്തുന്നുണ്ടായിരുന്നു. എനിക്ക് വേണ്ടെന്നേ, എന്നൊന്ന് താഴെ ഇടക്കിയാ മതി. ദേവു പിന്നെയും കുതറിക്കൊണ്ടിരുന്നു. അത് നുള്ളിയെടുക്കാതെ നിന്നെ ഞാൻ താഴെ ഇറക്കുമെന്ന് വിചാരിക്കണ്ട കേട്ടോ. നിന്റെ വാശിയൊക്കെ കൈ വെച്ചാ മതി. ദേ, ഇല്ലെങ്കിൽ ഈ നിൽപ്പ് നിൽക്കും ഞാൻ. നമ്മളെ തിരഞ്ഞ് ആരെങ്കിലും വരുമ്പോ അവർക്കും കാണാലോ ഈ നിൽപ്പ്. ആൾ പകുതി തമാശയായും പകുതി ഗൗരവമായും പറഞ്ഞു നിർത്തിയ വേളയിൽ ഞാൻ എന്റെ പിടച്ചിൽ അവസാനിപ്പിച്ചു. തോറ്റു കൊടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. പതിയെ കൈ എത്തിച്ച് വാഴക്കൂമ്പിൽ നിന്നും 1-2 ഇതളുകൾ നുള്ളിയെടുക്കവേ എന്റെ ധാവണി തെന്നി മാറിയത് അറിയുന്നുണ്ടായിരുന്നു. പതിയെ ഉള്ളിൽ ആകെ ഒരു പിടച്ചിൽ വന്നു തുടങ്ങി. എടുത്തുയർത്തിയവളുടെ ശരീരത്തിലെ വിറയൽ അബിയിലേക്കും പടർന്നു തുടങ്ങിയിരുന്നു. അവളുടെ പിടച്ചിലിന്റെ കാരണം അറിഞ്ഞിട്ടെന്ന പോലെ അബി അവളുടെ ദേഹത്തേക്ക് ഒന്ന് ചെറുതായി ഊതി. കീഴ്ശുണ്ട് കടിച്ചു പിടിച്ച് ചിരി അമർത്തി മുഖം പൊക്കി അവളെ ഒന്ന് നോക്കി അബി. അവന്റെ നിശ്വാസം പതിച്ച പാടെ ദേവു ഒന്ന് പുളഞ്ഞു പൊന്തി. കണ്ണുകൾ പതിയെ തുറന്ന് അവൾ താഴേക്കൊന്ന് പാളി നോക്കി. നിറയെ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞ അബിയുടെ മുഖത്തേക്കൊന്ന് നോക്കി നിന്നുപോയി ദേവു. ഇഷ്ടം തോന്നുന്നു അവൾക്ക് അവനോട്. പക്ഷെ മനസ്സിൽ എന്തൊക്കെയോ തടസ്സങ്ങളാണ്. പരിഭവങ്ങൾ പറഞ്ഞു തീരുന്നില്ല. ഉള്ളിലിങ്ങനെ വിരഹം തീർത്ത മുറിപ്പാട് നീറിപ്പുകയുന്നുണ്ട്. മെല്ലെ താഴേക്ക് ഉറിഞ്ഞിറങ്ങുമ്പോൾ ആ കൈകൾ അയഞ്ഞിരുന്നു.
അല്പം പതർച്ചയോടെ ഞാൻ ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഇടുപ്പിൽ ആ കൈകളുടെ ചൂട് ഇപ്പോഴുമുണ്ട്. സദാ രൗദ്രം നിറഞ്ഞു നിന്നിരുന്ന ആ നീലമിഴികൾ ആകെ കുസൃതി പടർന്നിരിക്കുന്നത് കണ്ട് ഞാനൊന്ന് കണ്ണു ചിമ്മി തുറന്നു. എത്ര കണ്ടാലും മതി വരാത്ത പോലെ അകന്നു മാറണമെന്ന് തീരുമാനിച്ചിട്ടും മനസ്സും ശരീരവും അവനിൽ അങ്ങനെ ഭ്രമണം തീർക്കുകയാണ്. പോവണ്ടേ? പതിയെ കവിളിൽ ഒന്ന് തട്ടിയിട്ട് ആൾ ചോദിച്ചപ്പോഴാണ് എനിക്ക് സ്ഥലകാലബോധമുണ്ടായത്. എന്താ? അല്പം പതർച്ചയോടെ ചോദിച്ചു. പോവണ്ടേന്ന്. വേണ്ടേ? പതിയെ അഭിയേട്ടനെ രൂക്ഷമായൊന്ന് നോക്കി. ആൾ ഇപ്പോഴും ചിരിക്കുന്നുണ്ട്. ഇതും കൂടെ കൊണ്ടുപോയിക്കോ എന്നും പറഞ്ഞ് വെട്ടിയ ഇലകളിൽ പകുതി കൈയിലേക്ക് വെച്ച് തന്നു. മിണ്ടാതെ നടന്നകലുമ്പോഴും മനസ്സ് അവനിൽ തന്നെയായിരുന്നു. തൂഷ്യനിലയിലേക്ക് ചോറ് വിളമ്പി കൂട്ടുകറികൾ ഓരോന്നായി വിളമ്പി തുടങ്ങുമ്പോൾ എല്ലാവരും കുറെ കാലത്തിനു ശേഷം വയറും മനസ്സും നിറഞ്ഞ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള തിടുക്കത്തിലായിരുന്നു. അമ്മ, ഒരു ഉരുള എനിക്ക്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അഭിയേട്ടൻ അമ്മായിയോട് പറയുന്നത് കേട്ടു. പുഞ്ചിരിച്ചുകൊണ്ട് അവിയലും പപ്പടവും കൂട്ടിക്കുഴച്ച് ഒരു ഉരുള അഭിയേട്ടന് നീട്ടുമ്പോൾ മാറിയിരുന്ന് അനന്തേട്ടൻ കണ്ണൊന്നു തുടച്ചു. പെട്ടെന്ന് തന്നെ ആളും അമ്മായിക്കടുത്തേക്ക് വന്നിരുന്നു. അവന് മാത്രമേ കൊടുക്കൂ, എനിക്കില്ലേ? കുഞ്ഞുങ്ങളെ പോലെ ചിണുങ്ങി പറയുന്ന അനന്തേട്ടൻ എല്ലാവരിലും ഒരു പുഞ്ചിരി പടർത്തി. മാറി മാറി രണ്ടു മക്കളെയും ഊട്ടുമ്പോൾ അമ്മായിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ചങ്കിൽ നിന്നും ഒരു തേങ്ങൽ ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു പൊങ്ങുന്നുണ്ടായിരുന്നു. അച്ഛനെയും അമ്മയെയും ഓർത്തു കാണും അമ്മായി. ദേവു ഓർത്തുപോയി. മുറ്റത്തെ മൂവാണ്ടമ്മാവിൽ ഊഞ്ഞാൽ കെട്ടുന്ന തിരക്കിലാണ് അഭിയേട്ടനും അനന്തേട്ടനും. മാമ്പൂ പൂത്ത കൊമ്പിൽ വെള്ളിനൂലെന്ന പോലെ ഊഞ്ഞാൽ തൂങ്ങി നിൽപ്പുണ്ട്. മാമ്പൂവിന്റെ ഗന്ധം നാസികയിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. മാമ്പൂവിന് ഓരോ കാലത്തും ഓരോ ഗന്ധമാണ്. ചിലപ്പോൾ നിഷ്കളങ്കമായ ബാല്യത്തിന്റെ ഗന്ധം, ചിലപ്പോൾ അനുരാഗം തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന കൗമാരത്തിന്റെ ഗന്ധം, മറ്റു ചിലപ്പോൾ ശക്തമായ പ്രണയത്തിൽ തളിർത്തു പടരുന്ന ഗന്ധം. ഊഞ്ഞാലിൽ അമ്മായിയെ കയറ്റിയിരുത്ത് അഭിയേട്ടനും അനന്തേട്ടനും കൂടെ ആട്ടുമ്പോൾ ആ അമ്മ മനസ്സ് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും അമ്മായിക്ക് ചിരിക്കാൻ അറിയില്ലേ എന്ന് കരുതിയിട്ടുണ്ട് ഞാൻ. സദാ ദുഃഖായിരുന്നു ആ മുഖത്ത്. കൗമാരവും യൗവനവും മുഖം തിരിഞ്ഞു പോയപ്പോ ആ അമ്മയുടെ നന്മക്ക് മുന്നിൽ വാർദ്ധക്യം മുട്ടുമടക്കി. കഴിഞ്ഞ കാലങ്ങൾ ഒന്നും തരാത്ത സന്തോഷം അത്രയും പെയ്തു തീർക്കാൻ. ഓരോരുത്തരായി ഊഞ്ഞാലിൽ ഇരുന്ന് ആടാൻ തുടങ്ങി. ഞങ്ങളും പഴയ ബാല്യം തിരയുകയായിരുന്നു. അതിർവരമ്പുകൾ താണ്ടാൻ ഭയന്ന് മാറ്റിവെച്ച ആ ബാല്യകാലം. അവസാനമെന്നോണം ഞാൻ ഊഞ്ഞാലിൽ കയറി. കാലുകൾ വിരൽത്തുമ്പിൽ മണ്ണിൽ കുത്തി നിർത്തി പതിയെ വിടുവിച്ചു. മുടിയിഴകൾ പിന്നിലേക്ക് പറന്നു തുടങ്ങി. മുഖത്തും മാറിലും ഇടുപ്പിലും ചെറിയ കാറ്റങ്ങനെ അടിച്ചു നിന്നു. കാൽ കുത്തി ഓരോ വട്ടം ഉയരുമ്പോഴും വെള്ളിക്കുലസ് ചെറുതായി ശബ്ദിച്ചു. ഊഞ്ഞാൽ പിന്നിലേക്ക് വന്ന ഒരു മാത്രയിൽ അഭിയേട്ടൻ അത് തടുത്തു വെക്കുന്നതും തിരിഞ്ഞു നോക്കി എന്റെ കണ്ണിലേക്ക് തന്നെ നോക്കുന്നതും ഞാൻ ഒരു വിറയലോടെ അറിയുന്നുണ്ടായിരുന്നു. ഉള്ളിൽ വാഗപ്പൂക്കൾ മത്സരിച്ച് പെയ്തു തുടങ്ങി. എന്റെ കണ്ണൊന്ന് പിടഞ്ഞു. ആ നെഞ്ചിലേക്ക് ഊഞ്ഞാലോടെ എന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. കാലുകൾ നിലത്ത് തട്ടുന്നില്ല. അതിലും കുറച്ച് ഉയരത്താണ്. ബാക്കി ഞാൻ ആട്ടിത്തരാം, പതിയെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് ആൾ എന്റെ വിടർന്ന മിഴികളിലേക്ക് ചെറുതായി ഒന്ന് ഊതി. ഞാൻ ഒന്ന് ദീർഘമായി ശ്വസിച്ചു. പതിയെ ഊഞ്ഞാലിന്റെ പിടി അഭിയേട്ടന്റെ കയ്യിൽ നിന്നും അയഞ്ഞ മാത്രയിൽ ഞാൻ ഇറങ്ങി വീടിന്റെ അകത്തളത്തിലേക്ക് ഓടിയിരുന്നു. ഇനിയും നിന്നാൽ പേടി തോന്നുന്നു. ചിലപ്പോൾ പരിഭവം പെയ്തൊഴിഞ്ഞാലോ? സമർത്ഥമായി ഒളിപ്പിച്ചിരിക്കുന്ന എന്റെ പ്രണയം മറ നീക്കി പുറത്തു വന്നാലോ? ഓടിപ്പോയി മുറിയിൽ കയറി കതകടച്ചു. എന്തോ കണ്ണുനീർ ഇങ്ങനെ പെയ്തൊഴിയുന്നുണ്ടായിരുന്നു. നഷ്ടപ്പെട്ടത് എന്തോ അടുത്തു വന്ന് നിൽപ്പുണ്ട്. പക്ഷെ മനസ്സ് മരവിച്ചു പോയിരിക്കുന്നു. പേടി തോന്നുന്നു. ഉള്ളു തൊട്ടൊന്ന് സ്നേഹിക്കാൻ, ഒന്ന് അടക്കി പിടിക്കാൻ. പതിയെ നടന്ന് ജനൽ കമ്പിയിൽ പിടിച്ചു നിന്നു. മുറ്റത്തേക്ക് കണ്ണുകൾ നീണ്ടു. ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. മൂവാണ്ടം മാവിലാകെ കുഞ്ഞു കുഞ്ഞു കണ്ണിമാങ്ങകൾ പൊടിച്ചിട്ടുണ്ട്. തളിരിരകളിൽ നിന്നും വെള്ളമിറ്റി വീഴുന്നുണ്ട്. പുതുമഴ നനച്ചുപോയ മണ്ണിന്റെ ഗന്ധം, ആദ്യ അനുരാഗത്തിന്റെ ഗന്ധം. മെല്ലെയൊന്ന് കണ്ണ് ചിമ്മി തുറന്നപ്പോൾ കണ്ടു എന്നെ തന്നെ നോക്കി നിൽക്കുന്നവനെ. മുറ്റത്ത് ചെമ്പക ചുവട്ടിൽ നിൽക്കുന്നവന്റെ നീലമിഴികൾ. ഒരു നോട്ടം കൊണ്ടുപോലും എനിക്ക് നേരിടാൻ കഴിയാത്ത മിഴികൾ. പ്രണയം പറയാൻ വാക്കുകൾ വേണ്ട, കണ്ണുകൾ മതിയെന്ന് പറയാതെ പഠിപ്പിച്ച ആ നീലസാഗരം. കണ്ണിമ ചിമ്മുന്നില്ല അവൻ. ഞാനും എന്റെ രാവും ഇരുളും എല്ലാം അവനാണ്. അന്നു മുഴുവൻ മുറിയിൽ കഴിച്ചുകൂട്ടി. എന്തോ പുറത്തിറങ്ങാൻ തോന്നിയില്ല.
തലവേദന എന്നൊരു കള്ളവും പറഞ്ഞു. ഒരു 100 വട്ടം വാതിലിൽ നിഴലനങ്ങുന്നത് കണ്ടെങ്കിലും ശ്രദ്ധിക്കാൻ പോയില്ല. അറിയാമല്ലോ, നോക്കാതെ തന്നെ ആ നിഴൽ ആരുടേതാണെന്ന്. രാത്രി ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അമ്മായി അല്പം കഞ്ഞിയുമായി മുറിയിലേക്ക് വന്നു. അത് മുഴുവൻ കുടിപ്പിച്ചിട്ടാണ് ആള് പോയത്. രാത്രി കട്ടിലിൽ അലസമായി അങ്ങനെ കിടക്കുമ്പോഴാണ് മുറിയുടെ വാതിൽ അടയുന്ന ശബ്ദം ദേവു കേട്ടത്. ഞെട്ടിത്തിരിഞ്ഞു നോക്കവേ മുന്നിൽ അഭിമന്യു. വാതിൽ ചേർത്തടച്ച് ചാടി നിന്ന് എന്നെ നോക്കുന്നവനെ കാണാൻ ഞാൻ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. എന്താ ഇവിടെ? എന്റെ ഉള്ളം ഒന്ന് പതറി. എന്ത്? അവനൊന്നും സംഭവിക്കാത്ത മട്ടിൽ നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ ഒന്ന് നോക്കി. നിങ്ങൾ എന്തിനാ എന്റെ മുറിയിൽ കയറിയത് എന്നാ ചോദിച്ചേ? ദേവു കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നവനെ തന്നെ തറപ്പിച്ചു നോക്കി. അത് ശരി, ഭാര്യയും ഭർത്താവും ആവാൻ പോകുന്നവർ ഒരു മുറിയിൽ കുറച്ചു നേരം ഇരിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ, അല്ലേ? തൊട്ടരികിൽ ഒരു നിശ്വാസത്തിനപ്പുറം അവൻ വന്ന് നിൽക്കെ അവളൊന്ന് പിടഞ്ഞുപോയി. അവന്റെ കണ്ണുകളിൽ തളം കെട്ടി നിൽക്കുന്ന പ്രണയത്തിന്റെ തുടിപ്പുകൾ അവളുടെ ഹൃദയത്തെ തൊട്ടു തഴുകിപ്പോയി. മാറ്! അവന്റെ നെഞ്ചിലെ ഒന്ന് പിടിച്ചു തള്ളിക്കൊണ്ട് അവൾ മുഖം വെട്ടിച്ചുകൊണ്ട് നിരങ്ങി മാറി. എങ്ങോട്ട്? ഒന്നുകൂടെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവൻ പതിയെ ചിരിച്ചു. ഭാര്യയും ഭർത്താവുമോ? അതിന് ഞാൻ കൂടെ സമ്മതിക്കണ്ടേ? നിങ്ങൾ തന്നെ അടുത്തു മാറ്റിയതല്ലേ പലതും. അവളുടെ കണ്ണിൽ പരിഭവം നിറഞ്ഞു. കൂട്ടിച്ചേർത്താ പോരെ? ഒറ്റപ്പുരികമുയർത്തി കണ്ണുകളിൽ കുസൃതി നിറച്ചുകൊണ്ട് ചോദിക്കുന്നവന്റെ അടുത്ത് നിന്നും അവൾ തെന്നി മാറി. ഏച്ചു കെട്ടിയ മുഴച്ചിരിക്കുമെന്നാണല്ലോ. അവളുടെ ചുണ്ടിന്റെ കോണിൽ പരിഹാസം നിറഞ്ഞു വന്നു. അഭി അല്പം നേരം അവളെ തന്നെ നോക്കി നിന്നു. ഒട്ടൊരു നിമിഷത്തിനും അപ്പുറം തന്നിൽ തറഞ്ഞു നിൽക്കുന്ന അവന്റെ മിഴികൾ കാണെ അവളൊന്ന് പിടഞ്ഞുണർന്നു പോയി. കിടക്കുകയല്ലേ? ആളിൽ ഇതുവരെ കാണാത്ത ഒരു ഭാവം തിങ്ങി നിറഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ പുറത്തിറങ്ങ്. ദേവു മുറിയുടെ വാതിൽ തുറക്കാൻ ആഞ്ഞുകൊണ്ട് കുറ്റിയിൽ കൈവച്ചു. പൊടുന്നനെ അഭി അവളുടെ പിറകിലേക്ക് ചേർന്ന് നിന്നു. അവളുടെ ശ്വാസം വിലങ്ങിപ്പോയി. നടക്കാത്ത കാര്യം പറഞ്ഞ് തർക്കിക്കണ്ട ദേവു. ഞാൻ എങ്ങോട്ട് പോയില്ല, നിന്നെ വിടത്തുമില്ല. അവൻ സ്വകാര്യം പോലെ അവളുടെ ചെവിയിൽ പറഞ്ഞു. എന്തൊരു കഷ്ടാണ്, ഒരു സമാധാനവും തരില്ല എന്നാണോ? അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അവൻ ഒറ്റക്കണ്ണിറുക്കി ചിരിച്ചു. വാ, വന്നിരിക്ക്. കട്ടിലിന്റെ അരികിൽ സ്ഥലം പിടിച്ചുകൊണ്ട് അവൻ ദേവുവിനെ നോക്കി കൃത്രിമ ഗൗരവം നടിച്ചു. ഒറ്റക്കങ്ങ് കിടന്നാ മതി. അത്രയും പറഞ്ഞുകൊണ്ട് പൊടുന്നനെ ദേവു വാതിലിന്റെ കുറ്റി നീക്കി പുറത്തേക്ക് നടന്നു. നിൽക്ക്! ഓടി അടുത്തുകൊണ്ട് അഭി ദേവുവിന്റെ കൈത്തണ്ടയിൽ പിടുത്തം മുറുക്കി കഴിഞ്ഞിരുന്നു. അമ്പിയുടെ കയ്യിൽ നിന്നും ഒന്ന് കുതറിക്കൊണ്ട് ദേവു വേഗത്തിൽ ഗോവണി ഇറങ്ങി തുടങ്ങി. വെള്ളിക്കൊലിച്ച് ശബ്ദിച്ചു തുടങ്ങി. തൊട്ടുപുറകിൽ അവനുണ്ടെന്ന ചിന്ത അവളെ പരവശയാക്കി. ഗോവണിയുടെ അരികിൽ വെച്ച് ഒരിക്കൽ കൂടെ പിടുത്തം കിട്ടവേ അവൻ അവളെയും കൊണ്ട് ആളൊഴിഞ്ഞൊരു മൂലയിലേക്ക് നീങ്ങി നിന്നു. ഇരുട്ടിൽ ആ നീലക്കണ്ണുകൾ മാത്രം പ്രകാശിച്ചു തുടങ്ങി. നന്നെ കിതച്ചു പോയവളുടെ കണ്ണുകൾ പരിഭ്രമം കൊണ്ട് പിടഞ്ഞുണർന്നു. പുറത്ത് നല്ല മഴ, ഒന്ന് നനഞ്ഞാലോ? അരികിൽ നിൽക്കുന്നവൻ കാതോരം മുഖമടുപ്പിച്ചുകൊണ്ട് ഒരു മന്ത്രണം പോലെ പറഞ്ഞു തീർന്നതും എന്നെ എടുത്തുയർത്തിയതും പെട്ടെന്നായിരുന്നു. കയ്യിൽ കിടന്ന് 1-2 വട്ടം കുതറി വെള്ളിക്കൊലിച്ച് ശബ്ദിച്ചു എന്നല്ലാതെ അവന്റെ പിടിയൊട്ടും അയഞ്ഞതില്ല. അടങ്ങ് ദേവു, ഒന്നിച്ചൊന്ന് നനയാനല്ലേ, വേറൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അടക്കി പിടിച്ചുകൊണ്ട് എന്നെയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയത് പെട്ടെന്നാണ്. പാതിരാക്കാറ്റ്, വല്ലാത്തൊരു കുളിര്, അതിനുമെല്ലാം ഉപരി പ്രിയപ്പെട്ടവന്റെ സാമീപ്യം. മനം പതറുന്നുണ്ട്. ഒരു കുഞ്ഞി കിളി ഉള്ളിൽ അവളുടെ ഇണയെ തേടുന്നുണ്ട്. പതിയെ മുറ്റത്തെ തേന്മാവിൻ ചുവട്ടിൽ എന്നെ നിർത്തി. നനഞ്ഞ മെയ്യും മനസ്സുമായി ഏറെ നേരം ഒന്ന് കണ്ണുപോലും എടുക്കാതെ അങ്ങനെ നിന്നുപോയി. തേന്മാവിനെ ചുറ്റിപ്പുണർന്ന് നിൽപ്പുണ്ടൊരു പിച്ചകം. നക്ഷത്രങ്ങൾ മണ്ണിൽ വിരിഞ്ഞ പോലെ ആ അരണ്ട വെളിച്ചത്തിൽ അവയിൽ നിന്നും പ്രകാശം പരക്കുന്നുണ്ട്. അഭി പതിയെ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ദേവിയുടെ കഴുത്തിലൂടെ അവന്റെ രോമാവൃതമായ കൈ മുടിക്കെട്ടിനെ തേടി പിൻകഴുത്തിലേക്ക് ചലിച്ചു. അവൾ കണ്ണിമ ചിമ്മാതെ അവനെ നോക്കി. മുടിക്കെട്ട് പതിയെ അഴിച്ചുവിട്ടു. സമൃദ്ധമായ മുടി അവളുടെ ഇടുപ്പോളം വന്നു നിന്നു. പതിയെ എന്നെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അവൻ ഒരു പിച്ചകം നുള്ളിയെടുത്തു. പതിയെ അരികിലേക്ക് ചേർത്ത് നിർത്തി അതെന്റെ ചെവിയുടെ മടക്കിലേക്ക് ഒതുക്കി വെച്ച് തന്നു. കണ്ണുകളിൽ തന്നെ നോട്ടം കൊരുത്തുകൊണ്ട് അഭി അവളുടെ നെറുകയിൽ ഒന്ന് ചുണ്ടി ചേർത്തു. പ്രാണനാണ് നീ. അവന്റെ ശബ്ദം ഒന്ന് വിറച്ചു. ഒപ്പം ദേവുവിന്റെ ഹൃദയവും. പരിഭവമാണോ ഇനിയും? അവൻ അവളുടെ ആത്മാവിലേക്ക് വേരൂന്നിക്കൊണ്ട് ചോദിച്ചു. മറുപടിയായി അവൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവളുടെ കണ്ണിൽ നോക്കിയാൽ കാണാമായിരുന്നു ആ പരിഭവത്തിന്റെ ആഴം. എന്റേതായിക്കൂടെ?
നാളെ ഞാൻ തിരിച്ചു പോവും അമ്മയോടൊപ്പം. വിവാഹത്തിന് സമ്മതം കൊടുക്കാവോ? അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് അവൻ പ്രതീക്ഷയോടെ ചോദിച്ചു. ഇല്ല. മറുപടി പറയാൻ അവൾ രണ്ടാമതൊന്ന് ആലോചിച്ചതുപോലുമില്ല. അഭി ചെറുതായി ഒന്ന് ചിരിച്ചു. ഈ ഉത്തരം തന്നെയാണ് അവൻ പ്രതീക്ഷിച്ചിരുന്നതെന്ന പോലെ. ദേവു, അന്ന് നിന്റെ പ്രായത്തിന്റെ പക്വതക്കുറവായിട്ടെ ഞാൻ അത് കണ്ടുള്ളൂ. നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്നറിയാം. ഒന്ന് ക്ഷമിക്കടോ. അപ്പോ ഇപ്പൊ തീരുമാനം മാറ്റാൻ കാരണം? ഏ അവൾ അവന്റെ കൈകളിൽ നിന്നും ഒന്ന് കുതറിക്കൊണ്ട് അല്പം നീങ്ങി നിന്നു. നീ എന്നെ വിട്ട് വേറൊരു ജീവിതം തിരഞ്ഞെടുക്കില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ആയുസ്സൊടുങ്ങുന്ന കാലം അത്രയും ഒരുമിച്ച് ജീവിക്കണമെന്ന് തോന്നി. അതുകൊണ്ട്. അബിയുടെ സ്വരം ആർദ്രമായി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദേവുവിന്റെ മനസ്സാകെ ചിന്താക്കുഴപ്പത്തിലായിരുന്നു. അബിയോട് ക്ഷമിക്കാൻ ഉള്ളിലെ പ്രണയം തിരക്ക് കൂട്ടുമ്പോഴും അത്രയും ഹൃദയത്തിൽ നിന്ന് ഉരുണ്ടുകൂടുന്ന ഒരു പരിഭവം അതിനെ വിലക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഏറെ നേരം ആ തേന്മാവിൻ ചുവട്ടിൽ അവനോടൊപ്പം ഇടയ്ക്കെപ്പോഴോ മഴയ്ക്ക് ശക്തി കൂടിയപ്പോ തിരികെ വീട്ടിലേക്ക് കയറി. നനഞ്ഞ മുഖവും മെയ്യുമായി മുറിയുടെ വാതിൽ അടക്കുന്നവരെ എന്നെ തന്നെ നോക്കിക്കൊണ്ട് മുറിക്ക് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു അവൻ. രാവിലെ ഉച്ചയ്ക്ക് മുന്നേ അഭിയേട്ടൻ തിരിച്ചു പോവുമെന്ന് പറഞ്ഞിരുന്നത് ഓർത്തുപോയി. വേഗത്തിൽ കുളിയും കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അമ്മായി ഒരുവിധം ജോലിയൊക്കെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. സമയമേറെ കഴിഞ്ഞെന്ന് തോന്നൽ ചെറിയൊരു ജാള്യതയുണ്ടാക്കി. ഇങ്ങനെ ഉറങ്ങാറില്ല. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഉണരുന്നതാണ് ശീലം. അമ്മക്കൊപ്പം ഓരോന്ന് വേഗത്തിൽ ചെയ്തു തുടങ്ങി. അമ്മായി, ഒരു ചായ കിട്ടുവോ? പുറകിൽ നിന്നും, അതും തൊട്ടു പുറകിൽ നിന്നും ആ ശബ്ദം കേൾക്കെ വല്ലാത്തൊരു വിറയൽ. ആ, അമ്മ ഇപ്പൊ വരാം. മോളൊന്ന് എടുത്തു കൊടുക്കുക കേട്ടോ. അമ്മായി വേഗത്തിൽ അടുക്കളയിൽ നിന്നും വലിഞ്ഞു. തങ്ങളുടെ വഴക്കും പിണക്കവും മാറാനാകും അമ്മായി അങ്ങനെ പോയത്. അമ്മക്കാവുന്ന പോലെ സാഹചര്യങ്ങൾ അബിക്ക് ഒരുക്കി കൊടുക്കുകയായിരുന്നു. ഭാര്യയെ, കടുപ്പത്തി ചായ കിട്ടിയാ കൊള്ളാമെന്നുണ്ട്. പുറകിൽ നിന്നും ആ ശബ്ദം വീണ്ടും ചെവിയിൽ തട്ടി. ആരുടെ ഭാര്യ? അവനവന് വേണമെങ്കിൽ സ്വന്തമായി അങ്ങ് എടുത്തു കുടിക്കണം. പാത്രത്തിൽ ഇരുന്ന് വെള്ളം വറ്റി തുടങ്ങിയ അരിപ്പൊടിയിലേക്ക് അല്പം കൂടെ ഉപ്പുവെള്ളം ഒഴിച്ച് തെളിച്ചുകൊണ്ട് പുട്ടുകുറ്റിയിലേക്ക് നിറച്ച് ഞാൻ മാറി നിന്നു. അത് ന്യായം, ഞാൻ എടുത്തു കുടിച്ചേക്കാം. ആളെന്റെ അരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് ഒരു ഗ്ലാസ് കഴുകിയെടുത്ത് അതിലേക്ക് അല്പം ചായ പകർന്നൊഴിച്ചു. ദേവു ഇടം കണ്ണിട്ട് അബി ഓരോന്ന് ചെയ്യുന്നത് നോക്കി നിന്നു. നീ കുടിച്ചായിരുന്നോ? അബി ഗ്ലാസ്സിൽ നിന്ന് ഒരിറക്ക് കുടിച്ചുകൊണ്ട് അവളെ പാളി നോക്കി. കുടിച്ചാലില്ലെങ്കിലും നിങ്ങൾക്കെന്താ? ഞൊടിയിടയിൽ മറുപടിയും പറഞ്ഞു പോവാൻ ഒരുങ്ങിയവളെ ഒരൊറ്റ വലിക്ക് അഭി തന്റെ അരികിലേക്ക് വലിച്ചിട്ടു. അതെന്ത് വർത്തമാനാടോ? നീ ഉണ്ടോ കുടിച്ചോ ഉറങ്ങിയോ എന്നൊക്കെ ഞാൻ അന്വേഷിക്കണ്ടേ? അവനിൽ ഇതുവരെ കാണാത്ത ഒരു കുസൃതി. അല്ലെങ്കിലും 2 ദിവസമായി ആ കണ്ണുകളിൽ കാണുന്നത് ഒരുതരം കുസൃതി തന്നെയാണ്. വികൃതി കുഞ്ഞിന്റെ ഭാവം, എപ്പോഴും ഗൗരവം മൂടിയ ആ മുഖം അന്യമായതുപോലെ. മാറങ്ങോട്ട്, എനിക്ക് പോവണം. ഞാൻ ആളെ ഒന്ന് തള്ളി മാറ്റാൻ നോക്കി. നടന്നത് തന്നെ. ആൾ ഒന്നുകൂടെ ചേർന്ന് നിൽക്കുകയാണ് ഉണ്ടായത്. ഇതെന്തൊരു ശല്യവാ! സത്യത്തിൽ ഇയാൾക്ക് ഇപ്പോ എന്താ വേണ്ടത്? ദേവുവിന് ദേഷ്യം വന്നു തുടങ്ങി. നിന്നെ. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഉത്തരവും കൊടുത്തു അവൻ. മുഖത്തേക്ക് പാറി വീണ മുടിയിഴകൾ ചെവിയോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ പറച്ചിൽ. ദേവു ഒരു നിമിഷം പതറിപ്പോയി. തൽക്കാലം ഈ ചായ കുടിക്ക്, എന്നാ വിട്ടേക്കാം. അവളുടെ പതർച്ച മനസ്സിലാക്കിക്കൊണ്ട് അവൻ ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തോന്ന്? അവൾ ആദ്യമായി കാണുന്ന പോലെ അവനെ ഉറ്റുനോക്കി. അവൻ കണ്ണിറുക്കി കാണിച്ചു. ദേ അബിയേട്ടാ. അവൾ പൊടുന്നനെ വിരൽ ചൂണ്ടി. ചൂണ്ടുവിരലിന്റെ അറ്റത്ത് അവൻ ചെറുതായി ഒന്ന് ഊതി വിട്ടു. ദേവു ഞൊടിയിടയിൽ കൈ പിൻവലിച്ചു. ഞാൻ കുടിച്ചാ മതിയോടാ നിന്റെ ചായ? പുറകിൽ നിന്നും അനന്തന്റെ ശബ്ദം കേൾക്കെ ഇരുവരും പിടഞ്ഞു മാറി. ദേവു വേഗത്തിൽ അടുക്കളവാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. അബി പതറി അനന്തനെ ഒന്ന് നോക്കി. അനന്ത, നീ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കൊല്ലം കുറയായി. അവൻ അബിയെ ചൂഴ്ന്നൊന്ന് നോക്കി. അബി പതിയൊന്ന് ചിരിച്ചു കാണിച്ചു. എടാ, കുറഞ്ഞത് ഇതൊരു അടുക്കളയാണെന്ന ബോധമെങ്കിലും നിനക്ക് വേണം കേട്ടോ. അനന്തൻ അവനെ അങ്ങ് ഉപദേശിച്ചു. ഓ, കേട്ടു കേട്ടു. അബി ഒന്ന് പുച്ഛിച്ചു വിട്ടു. മനസ്സമാധാനായിട്ട് ഒന്ന് സംസാരിക്കാനും സമ്മതിക്കത്തില്ല. അബി മുണ്ടും മുറുക്കി എടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. അനന്തൻ തിരിഞ്ഞു നടക്കുന്നവന്റെ പുറത്തേക്ക് കൈ വിരിച്ച് ഒരടി അങ്ങ് അടിച്ചു. കെട്ടി വീട്ടിൽ കൊണ്ടുപോയി പ്രേമിക്കടാ. അനന്തൻ നാവ് കടിച്ചുകൊണ്ട് പറഞ്ഞു. മുതുകും തടവി പോകുന്നവനെ അനന്തൻ നോക്കി അടക്കി ചിരിച്ചു. തിരികെ ഇറങ്ങാൻ നേരം എല്ലാവരും ഉമ്മറത്ത് തന്നെയുണ്ട്. അമ്മായി 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ കൊണ്ടുപോകുന്നുള്ളൂ എന്ന് അബി
തീരുമാനിച്ചിരുന്നു. ഏറെ കാലത്തിന് ശേഷം ആ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടത് ആണ് പെട്ടെന്ന് ആ സന്തോഷം ഇല്ലാതാക്കണ്ട എന്ന് അബിക്ക് തോന്നി. ഓരോരുത്തരോടും യാത്ര പറഞ്ഞു. ഒടുവിൽ അവളുടെ മുന്നിലെത്തിയപ്പോൾ എന്റെ കാലുകൾ നിശ്ചലമായി. കൈകൾ പിണച്ചു കെട്ടി ഒട്ടും പതറാതെ എന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നവളെ കാണാൻ എന്റെ ഉള്ളൊന്നു പിടഞ്ഞു. തെറ്റേറ്റു പറഞ്ഞതല്ലേ? ഉള്ളിൽ നിന്നൊരു കനൽ പുകഞ്ഞു തുടങ്ങി. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അഭിമന്യുവിന്? ഒട്ടും പതർച്ചയില്ലാതെ അവളുടെ സ്വരം. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നിനക്കറിയില്ലേ? മനസ്സിലുള്ളത് ഗണിച്ചറിയാൻ ഞാൻ ജ്യോത്സ്യനൊന്നുമല്ല. പറഞ്ഞാ അറിയും, അത്ര തന്നെ. അല്ലാതെ നിങ്ങൾ പുറമേക്ക് ദേഷ്യവും വാശിയും വെറുപ്പും കാണിക്കുമ്പോൾ അകമേക്ക് നിങ്ങൾക്ക് കരകവിഞ്ഞൊഴുകുന്ന സ്നേഹമാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അതിനു വേണ്ട അറിവൊന്നുമില്ല. ദേവുവിന്റെ വാക്കുകളിൽ ഇതുവരെ കാണാത്തൊരു മൂർച്ചയുള്ളതുപോലെ തോന്നിയ അബിക്ക്. അതിനുമപ്പുറം അവളിൽ നിന്ന് വരുന്ന വാക്കുകളിൽ നിന്നും വരുന്ന പരിഹാസം അവനെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു. അമ്മയെ നോക്കിയപ്പോ നീ ഇതിൽ കൂടുതൽ അവളുടെ അടുത്ത് നിന്ന് അർഹിക്കുന്നുണ്ടെന്ന പോലെ എന്നെ ഒരു നോട്ടം നോക്കി. അമ്മായി വാ, അവര് രണ്ടാളും കൂടെ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ. രണ്ടിലൊന്നിന്റെ തല പോകുന്നവരെ ഇതൊരു കരക്കടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനന്ത, അമ്മായി ആ പറച്ചിലിൽ കേൾക്കെ ശാസനയോടെ അവനെ നോക്കി. അല്ല പിന്നെ, ദേഷ്യം വരില്ലേ? എപ്പോ കണ്ടാലും വഴക്കും വക്കാണാവും. എന്നാ ഉള്ളിലാണെങ്കിൽ വലിയ സ്നേഹവും. ആനന്ദൻ ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് ആരോട് സ്നേഹമൊന്നുമില്ല. ദേവി മിഴികൾ നിലത്തൂന്നിക്കൊണ്ട് പറഞ്ഞു. പൂവ്, അത് നിന്റെ മുഖം കണ്ടാലും പറയും. ആനന്ദൻ വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു. ആനന്ദന്റെ ചുണ്ടിൽ വക്രിച്ചുകൊണ്ടൊരു ചിരി മിന്നി. ഇരുവരെയും ഒന്നുകൂടെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് അമ്മായിയും കൂട്ടി അവൻ ഉള്ളിലേക്ക് വലിഞ്ഞു. പിന്നെയും അഭിയും ദേവും മുഖാമുഖം നോക്കി നിന്നു ഏറെ നേരം. എന്നെ വേണ്ട എന്ന് ഉറപ്പിച്ചോ? അഭി ദേവുവിനെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് തമാശയായി തോന്നിയോ? പിന്നെ വേണ്ട എന്ന് പറഞ്ഞ വേണ്ട, അത്ര തന്നെ. പിന്നെ ഞാൻ വേറൊരു ജീവിതം തിരഞ്ഞെടുക്കില്ല എന്നൊരു തോന്നൽ കൊണ്ടല്ലേ അഭിമന്യു എന്നെ ജീവിതത്തിലേക്ക് കൂട്ടാൻ തയ്യാറായത്. എന്നാ പിന്നെ ഇന്നു മുതൽ അങ്ങനെ ഒരു സങ്കടവും വേണ്ട. എന്താ? അവൻ ഗൗരവത്തോടെ ആ മുഖത്തേക്ക് നോക്കി. ഞാൻ വേറെ വിവാഹം കഴിച്ചാൽ പിന്നെ ഈ കുറ്റബോധത്തിന്റെ കാര്യമില്ലല്ലോ. ഇരു കൈകളും മാറിൽ കുറുകെ കെട്ടി അവൾ അബിയുടെ കണ്ണുകളിലേക്ക് നോട്ടം അയച്ചു. ആ നീലക്കണ്ണുകൾ പരിഭ്രാന്തിയോടെ തന്റെ മുഖത്താകെ ഓടി നടക്കുന്നുണ്ട്. നീ എന്താ പറഞ്ഞു വരുന്നത്? അതെന്ത്? അഭിമന്യുവിന്റെ കേൾവി ശക്തിക്ക് എന്തെങ്കിലും കോട്ടം സംഭവിച്ചോ? ഞാൻ മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കുന്ന കാര്യം തന്നെയാ പറഞ്ഞത്. അവന്റെ മുഖത്ത് ഇന്ന് വരെ കാണാത്തൊരു പതർച്ച. ഇതുവരെ താൻ കൂടെ ചെല്ലുമെന്നൊരു ആത്മവിശ്വാസം അവന്റെ കണ്ണുകളിൽ കാണാമായിരുന്നു. പക്ഷെ ഇപ്പോ അതില്ല. ഞാൻ അതിവിദഗ്ധമായി അതിന് ഊതി അണച്ചിരിക്കുന്നു. ദേവു ഗൂഢമായി അഭിയെ നോക്കി ചിരിച്ചു. അഭിമന്യു ഇനി നിന്ന് തിരിയണമെന്നില്ല. വിവാഹത്തിന് ക്ഷണിക്കാൻ ഞാൻ വരും. ദേവിയുടെ സ്വരത്തിലെ ഉറപ്പ് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണൊന്ന് കലങ്ങി. ഇടനെഞ്ചിൽ ശക്തമായൊരു വേദന അവന് തോന്നി. മറിച്ചൊരു വാക്കുപോലും ഉള്ളിൽ നിന്ന് വരുന്നില്ലായിരുന്നു. നീ ഒരുപാട് സംസാരിക്കാൻ പഠിച്ചു ദേവു. അവൻ നിറകണ്ണുകളോടെ അവളെ ഒന്ന് നോക്കി. എനിക്ക് വേണ്ടി ഞാൻ സംസാരിച്ചല്ലേ പറ്റൂ. അഭി അവളെ തന്നെ ഉറ്റുനോക്കി. തന്റെ ദേവി അല്ല മുന്നിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നിപ്പോയി. വാശി നശിപ്പിച്ച് കളയുമടോ ഇനിയുള്ള നമ്മളുടെ ജീവിതം. അഭിയുടെ തൊണ്ടയിടറി. എത്തിപ്പിടിക്കാൻ സാധിക്കുന്നതിൽ ഒരുപാട് മുകളിലാണ് ഇപ്പോൾ ദേവുവിന്റെ മനസ്സെന്ന് അവന്റെ ഉള്ളിൽ ഇരുന്ന് ആരോ മന്ത്രിച്ചു. ഒന്നും മിണ്ടാതെ അവൻ തിരിഞ്ഞു നടന്നു. ദേവി മൗനമായി അവൻ പോകുന്നത് നോക്കി നിന്നു. എവിടെ പോയോ? പോയോ? അനന്തൻ ഞൊടിയിടയിൽ പുറത്തേക്ക് ഇറങ്ങി വന്നു. പോയി പോയി. ദേവു ഒന്ന് എത്തി വലിഞ്ഞു നോക്കി അഭി പോയ വഴിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സംഭവം അവനിട്ടൊരു കൊട്ടിന്റെ അത്യാവശ്യം ഉണ്ടെങ്കിലും നീ പറഞ്ഞതൊക്കെ അല്പം കടന്ന കൈയായി പോയി ദേവു. അനന്തൻ അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ എന്നോട് ചെയ്തതോ? അത് അനന്തേട്ടൻ മറന്നോ? ദേവുവിൽ പരിഭവം ഉരുണ്ടുകൂടി. മറന്നിട്ടൊന്നുമല്ലടി, എങ്കിലും അന്നും അവന്റെ ഉള്ളിൽ നീ മാത്രമേ ഉള്ളൂ. അത് നിനക്കും അറിയാലോ. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അവൻ ദേവുവിന്റെ തോളിൽ കൈയിട്ട് തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. അഭി പോയി കഴിഞ്ഞപ്പോ മുറ്റത്ത് പെയ്ത് തോരാമഴ പോലെ ദേവുവിന്റെ ഉള്ളിലും ഒരു കൊടുങ്കാറ്റ് അലർന്നുണ്ടായിരുന്നു. ഞാൻ വേറെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞപ്പോ അവന്റെ നീല കണ്ണുകളിൽ പടർന്ന അഗാധമായ വേദന ഓർക്കുന്തോറും അവളുടെ ഹൃദയം പറഞ്ഞു പോരുന്ന പോലെ തോന്നി. തന്നോട് കാണിച്ച പഴയ വാശിക്ക് പകരം വീട്ടാൻ ഇറങ്ങി തിരിച്ചതാണ് താൻ. പക്ഷെ തോറ്റത് അവന്റെ പ്രണയത്തിന് മുന്നിലല്ല, സ്വന്തം വികാരങ്ങൾക്ക് മുന്നിലാണ്. അനന്തേട്ടൻ പറഞ്ഞത് സത്യമായിരുന്നു. അവന് താൻ മാത്രമേ ഉള്ളൂ. തനിക്കും അവനല്ലാതെ മറ്റാരും ഇല്ല താനും. മുറ്റത്തെ ചെമ്പക ചുവട്ടിലേക്ക് നോക്കി നിന്ന് ദേവുവിന്റെ കാതുകളിൽ വീണ്ടും
അവന്റെ വാക്കുകൾ മുഴങ്ങി. പ്രാണനാണ് നീ. ഉടുത്തിരുന്ന ധാവണിത്തുമ്പ് മുറുകി പിടിച്ച് വെള്ളിക്കൊലുസുകൾ ഉച്ചത്തിൽ ശബ്ദിപ്പിച്ച് ദേവു മുറ്റത്തേക്ക് ഇറങ്ങി ഓടി. ദേവു പുറകിൽ നിന്നും അനന്തേട്ടൻ വിളിച്ചതൊന്നും അവൾ കേട്ടതുപോലുമില്ല. ഇടവഴിയിലൂടെ കാടുകൾ പിന്നിട്ട് പാതയോരത്തെ ബസ് സ്റ്റോപ്പിലേക്ക് അവൾ ഓടുകയായിരുന്നു. കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറിപ്പറന്നു. കവലയിൽ വണ്ടി കാത്തു നിൽപ്പുണ്ട അഭിയുടെ പുറകിൽ ചെന്ന് നിൽക്കുമ്പോൾ അവളുടെ നെഞ്ചിടിക്കുന്നുണ്ടായിരുന്നു. നനഞ്ഞൊട്ടിയ ദേഹം, കിതച്ചു പൊന്തുന്ന ശ്വാസം. അവൾ പതിയെ അവന്റെ ഷർട്ടിന്റെ തുമ്പിൽ പിടിച്ചു വലിച്ചു. അമ്പരപ്പോടെ തിരിഞ്ഞു നോക്കിയ അഭിയുടെ മുന്നിൽ കണ്ണീരിൽ കുതിർന്ന മുഖവുമായി ദേവു നിന്നു. എന്താണോ ഇത്? അവന്റെ ശബ്ദത്തിൽ വീണ്ടും ആ പഴയ ആർദ്രത വന്നെത്തി. അവന്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞുപോയി. അവളുടെ കരച്ചിലിൽ അലിഞ്ഞുപോയ അഭിയുടെ കരങ്ങൾ അവളുടെ ഇടുപ്പിനെ ആഞ്ഞു പുണർന്നു. ഇത്രയും കാലം ഉള്ളിൽ ഒതുപ്പിച്ച വെറുപ്പും വാശിയും പരിഭവവും ആ ഒരു ചേർത്തുപിടിക്കലിൽ പെയ്തു തീരുകയായിരുന്നു. നിന്നല്ലാതെ മറ്റൊരാളെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അഭിയേട്ട. അന്നത്തെ പരിഭവം മാറ്റിത്തരാൻ വന്നതല്ലേ. അത്ര പെട്ടെന്നങ്ങ് വിട്ടുതരാൻ എനിക്ക് വയ്യ. അവൾ അവന്റെ നെഞ്ചിലേക്ക് ചൂടിലേക്ക് ഒതുങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു. അഭി അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. ആ നീലമിഴികളിൽ വീണ്ടും ആ പഴയ കുസൃതിയും അണയാത്ത പ്രണയവും തുളുമ്പി നിന്നു. അവളുടെ നെറുകയിൽ അരുമയോടെ അവൻ അതരം ചേർത്തു. നിന്റെ വാശിക്കാരി, ഇനി ഈ ആയുസ് മുഴുവൻ നിന്റെ ഈ പരിഭവങ്ങൾ കേൾക്കാൻ ഞാൻ കൂടെയുണ്ടാവും കേട്ടോ. അബിയുടെ കൈകോർത്ത് തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ മൂവാണ്ടൻ മാവിൻ ചുവട്ടിൽ സന്തോഷത്തോടെ കാത്തു നിൽക്കുന്ന അനന്തനെയും പ്രീതിയെയും അമ്മായിയെയും അവൾ കണ്ടു. മഴ തോർന്ന് ചെമ്പകപ്പൂക്കളുടെ ഗന്ധം വായുവിൽ പടരുമ്പോൾ നീല കണ്ണുള്ള തന്റെ പ്രാണന്റെ തോൾ ചാരി ദേവു നടന്നെടുത്തു. എന്നും അവന്റെ മാത്രമായി ജീവിക്കാൻ, ഒരായുസിന്റെ പ്രണയം പരസ്പരം പകർന്നു നൽകാൻ. അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.